14 സ്ഥലങ്ങളിൽ കുരിശിന്റെ വഴി സ്റ്റേഷൻസ് നമ്മൾ ചെല്ലുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ മസീഗഡ് പള്ളിയിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് തന്നെ വന്നിരുന്നു അവർ തിരുവേദിനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദിവസത്തിന്റെ മാധ്യസ്ഥന്റെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായി കുരിശിന്റെ വഴിയിൽ ഈ 14 സ്ഥലങ്ങളിലും നമുക്ക് പ്രത്യേകമായി നമ്മൾ ഉല്ലാസങ്ങളുടെ മാധ്യസ്ഥന്റെ ആയിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഇപ്പം വെയിലുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആ ഒരു സഹനം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥിക്കാം. കുരിശിന്റെ വഴിക്ക് ശേഷം നമ്മൾ പള്ളിയിൽ വിശ്വകുർബാനയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കുരിശിന്റെ വഴി വിജയം വരിച്ചവനേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ശിഷ്യനായി തീരുവാൻ ആശിക്കുമെന്നും കുരിശുമാകിച്ചു പിഞ്ചല്ല കൽപ്പിച്ച മാലിന്യം നിമിഷങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി യാത്രയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാങ്ങിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവേ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ചും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് അഴുകിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരണത്തിനായി വേദിച്ചു
ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ കുറ്റങ്ങൾ ഇരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ നാം ഫലം വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ശരീരം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച പുറക്കനയിന കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവ്, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമഗ്രമായി സഹിക്കുവാൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉപദേശത്തെ ചിന്തിക്കാതെ അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നു. അനുഗ്രഹിക്കണമേ. കുരിശന്റെ തോളിലെ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശ്രയോടാനയിച്ചു. എന്റെ ഇതം നിങ്ങളെല്ലാം മറന്നെന്നെ ആത്മാവിനാദംഗമേറ്റി. ഭാരമേറിയ കുരിശൻ ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വീടാനിടയാകരുതേ, ദുഷ്ടാരൂപിക്കുക. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തം ഒലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയളിക്കുവാൻ എനിക്കിടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ, സുസ്ഥി, സാമ്യപ്പെടുത്തും ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി കവിഞ്ഞോടുന്ന 4 കണ്ണുകൾ, പിന്നിപ്പെട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40 ദിവസം ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാർ കടക്കും എന്ന് പരിസ്ഥനായ ശമയം എന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കഴിയുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമരത്തിൽ മുഴുകിയ രക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പ്രാണങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ ദൈവത്തിനുമായി
കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പെരുന്നാളിന്റെ വിശുദ്ധനായ പാദത്തിലൂടെ കുരിശു ചുമന്നോമേ ചിലയാൻ തുണച്ചിരുന്നു നാദാനിൻ കുരിശു താങ്ങാൻ ഭാഗ്യമേ ഭാഗ്യം ആനന്ദദായകം അഞ്ചാം സ്ഥലം ഈശോയെ സഹായിക്കുന്നു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിവെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഗബ്രിയേൽക്കാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവൻ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാനങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാനങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആരെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നൊന്ന് അറിവ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. പോലെ തിരുമണം തുടയ്ക്കുന്നു. ഭക്തിയായ വേറൊന്നിക്കാൻ നിസ്സഹായ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മറ്റത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങനെ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തൻ്റെ തൂവാലയെടുത്തു, രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹകരിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകന്റെ ജനർദ്ദിച്ച ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ എന്നോട് സഹകരിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഠാനുഭവജനമായ ആത്മമുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ,
അപേക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം മനസ്സിലായി അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങളെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിയില്ലാതെ വരികയും ചെയ്യുന്നു. അങ്ങേറ്റ കൈനീട്ടി ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൻ്റെ വഴിയാണ്. കർത്താവേ, അനുഗ്രഹിക്കണമേ. പഠിപ്പിച്ചിരിക്കണമേ. തിങ്ങുന്ന കാലം വരുന്നു, കാലം കരയുന്ന നാരീ നാഥൻ ശബ്ദായമാനമായി പതിവിലാഗ്രഹം കേട്ട് ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുരക്ഷിതമായി പലപത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർ കരുതുമ്പോൾ തോന്നി. അവസാന ഞായറാഴ്ച ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. തേറ്റിൻ കൊമ്പുകളും ജൈവനികളും അവർ കടന്നീർ വാർത്തു കഴിഞ്ഞു. അവരുടെ സഹാപ്രകടനം അവരെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ലം ആക്രമിക്കപ്പെടും. അവരും ആരോഗ്യങ്ങളും പക്ഷികളും മരിക്കും. ആ സംഭവം അവർ പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ും
രക്തമെല്ലാം തീരാറായിരുന്നു. കലകറങ്ങുന്നു, ശരീരം കിടക്കുന്നു, ഒമ്പതാം പഠിക്കുന്നു. സ്വയമെഴുന്നേൽക്കുവാൻ ശക്തിയില്ല, അപകടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാക്കാൻ മനസ്സിന് സമയമില്ല, അവിടെ നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈ സഹാവുന്ന ഞാനെന്ന് സാഹോദരൻ അറിയിച്ച വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടെ നിന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർക്കും ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചുറ്റിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചുറ്റിയിട്ടു എന്നുള്ള തിരുവഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ ദുസ്സഹമായ വേദനയനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പോലെ രണ്ട് കടങ്ങളുടെ നടുവിൽ അതൊക്കെ അവർ കൊണ്ടുപുറത്തു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, നല്ല വളരെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കൈകൊണ്ട് കൃഷ്ണപാടിയിൽ വരുന്നു. ഇതാ നിന്റെ മകനെന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവർ പറയും ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നറിയിച്ചത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനൊരുന്നു. 3 മണി വരെ ഭൂമിയിലെങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേക്ക് കയറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പേദാലയങ്ങൾ തുറക്കപ്പെട്ടു. സദാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നിരുന്നവർ മാർക്കടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാരണോത്സവം മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹത്തിന്റെ മാമോദീസാങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും.
ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേയത്തേൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവനായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കണമേ. പതിമൂന്നാം സ്ഥലം മിശിഹായുടെ ഹൃദയം മാതാവിന്റെ മടിയിൽ കിടക്കും. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശനിതങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്ങാലുകൾ തകർത്ത് ശരീരം താഴെടുക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന മിശിഹായുടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തു. പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാത്തിലേക്ക് കിട്ടി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും നൽകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവ് അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗിൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാവം ചെയ്യാനിടയാക്കരുതേ. നമ്മൾ നിറഞ്ഞ സുസ്ഥി കർത്താവിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. വിധി പോലെ സംസ്കരിച്ചിടും നേരാ വരമേ
14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പിലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുകളുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാപനം ആരംഭിച്ചിരുന്നുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധം ഒഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. മതത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വതസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, വിചാരപീഠങ്ങളെ രക്ഷിക്കണമേ. എനിക്ക് സമ്മതമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ വിശുദ്ധലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധമായ മനസ്സ് തുറന്നു അവൻ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു സഭയ്ക്ക് ഈ 3-ാം ദിവസം മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനം ജലപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളെനിക്ക് സാക്ഷികളാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളുടെ ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുന്നു.
ഒന്നാം ദിവരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ ഒരുക്കപ്പെടുന്ന നോയമ്പുകാല ധ്യാനത്തിന്റെ വിജയത്തിനായി ഞങ്ങൾ വിനയപൂർവ്വം അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞങ്ങൾ അങ്ങേ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മനസ്സുകൾ തുറക്കണമേ. നിന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം തുടരട്ടെ. ഹൃദയാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഈ ധ്യാനം മുഖാന്തരം ഞങ്ങളുടെ കുടുംബങ്ങളും ഇടവകയും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.